ചോദിക്കുന്നത് നിങ്ങൾ വെച്ച ആയത്തുകൾ നിങ്ങൾ ഇവിടെ എന്ത് പറഞ്ഞു? ആദ്യമായി അനുസരിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രമേ അനുസരിക്കാവൂ എന്ന് നിങ്ങൾ പറഞ്ഞു. ഒരു ക്ലിപ്പ് സാമ്പിൾ മാത്രം, 1-2-3 ക്ലിപ്പുകൾ മാത്രം നിങ്ങൾ കേൾപ്പിച്ച് ഞാൻ ആ വിഷയത്തിന് വ്യക്തമായി മറുപടി പറയുകയും സവിസ്തരമായി പ്രതിപാദിക്കുവാനും അതിന് മറുപടി പറയാനും തയ്യാറുണ്ടെങ്കിൽ മണിക്കൂറുകളോളം ദിവസങ്ങളോളം തുടർന്ന് പ്രസംഗിക്കുവാനും തുടർ സംവാദം നടത്തുവാനും ഈ സദസ്സ് സന്നദ്ധമാണ്, ഈ സംഘടന സജ്ജമാണ് എന്നങ്ങേ അറിയിക്കുകയാണ്. അവനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ആകാശഭൂമി ലോകത്തുള്ള സകലമാന വസ്തുക്കളും അല്ലാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു, അവനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു, അവനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. വലഹുദ്ദീനു വാസിബാ, അനുസരണം അതുകൊണ്ട് അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, പച്ച നുണയല്ലേ ഈ പറഞ്ഞത്? വലഹുദ്ദീനു വാസിബ എന്ന ആയത്തിന് അനുസരണം അല്ലാഹുവിന് മാത്രമാണെന്ന് പറഞ്ഞത് പച്ച നുണയാണ്, കല്ല് വെച്ച കളവാണ്. പൊതുജനം ഇതറിയുമോ? പൊതുജനം പറയും ഖുർആൻ എടുത്തങ്ങ് പാട്ടാക്കി വലഹുദ്ദീനു വാസിബ. അതുകൊണ്ട് കല്ല് വെച്ച് വേണം പച്ചമാങ്ങയ്ക്കകത്ത കല്ല് വെച്ച് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത് ആരാ ഈ കല്ല് വെച്ച് നുണയനെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ട് ഇൻഷാ അല്ലാഹ് പോകുന്നുള്ളൂ. വലഹുദ്ദീനു വാസിബ, ദീൻ അനുസരണം, അതായത് അറബിൽ അത്വാഅത്ത്, അനുസരണം അല്ലാഹുവിനാണ് എന്ന് ഞാൻ പറഞ്ഞതാണ്. എന്തായത്? കല്ല് വെച്ച നുണ. അബൂബക്കറിന് തഫ്സീറൊന്നുമില്ല, ഞാൻ തഫ്സീർ എഴുതിയിട്ടുമില്ല. പക്ഷെ മഹാന്മാരായ അദ്ദേഹം ഇവിടെ വായിച്ച ആ തഫ്സീറുകളൊക്കെ 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല 6 അല്ല 7 അല്ല 8 അല്ല 9 തഫ്സീർ മതിയാവുമല്ലോ, വയറ് നിറയുമല്ലോ നിങ്ങൾക്ക്. 9 തഫ്സീർ നിങ്ങളുടെ മുന്നിൽ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ കാണിക്കാൻ പോവുകയാണ്. വലഹുദ്ദീൻ, ദീൻ എന്ന് പറയുന്നത് അനുസരണം ആണ്, അനുസരണമാണ്, ത്വാഅത്താണ് എന്ന് ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങളായ പണ്ഡിതന്മാർ പറഞ്ഞത് നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട സഖാഫി അവர்களെ, ഈ കിതാബുകളൊക്കെ നിങ്ങൾ മറന്നു കളഞ്ഞോ, അതോ ഒഴിവാക്കിയതാണോ? ഇനി അതല്ല, നിങ്ങൾക്ക് ഇനി പ്രത്യേകമായ വല്ല കിതാബുകളും തഫ്സീറുകളും ഉണ്ടോ? അനുസരണം അല്ലാഹുവിനാണെന്ന് ഞാൻ പറഞ്ഞു, ഇപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്. എന്റെ സ്വന്തം വാക്കല്ല, മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്ന വാക്കാണത്. മഹാന്മാരായ പണ്ഡിതന്മാർ തബരി, തഫ്സീർ തബരി, അദ്ദേഹം എടുത്തു വെച്ച, അദ്ദേഹം ഇവിടെ വായിച്ച തഫ്സീർ തബരി 14-ാമത്തെ വാള്യം 142-ാമത്തെ വചനം, 142-ാമത്തെ പേജ് എടുത്തു. ഒന്ന് കാണിച്ചു കൊടുത്ത മതി, ഒന്ന് മനസ്സിലാക്കിക്കോ എന്റെ സഹോദരങ്ങൾ, നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നോണയെന്നും കല്ല് വെച്ചെന്നും പാറക്കഷണം കയറ്റി വെച്ചെന്നും ഇതൊക്കെ എന്തായി അള്ളാഹു. ഇവരൊക്കെ എന്ത് കിതാബ് പോകുന്നു, എന്ത് പഠിപ്പിക്കുന്നു, എന്ത് ദർസ് എടുക്കുന്നു? അള്ളാഹു ആണ്. ദീനിന് പൊതുവെ പല അർത്ഥങ്ങളുണ്ട്. ദീൻ എന്ന് പറഞ്ഞാൽ അതിന് പൊതുവെ പല അർത്ഥങ്ങളുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ വലഹുദ്ദീനു വാസിബ വലഹു മാ ഫിസ് സമാവാതി വലഹു മാ ഫിസ് സമാവാതി വൽ അർളി വലഹുദ്ദീനു വാസിബ യാ ഫഗൈറല്ലാഹി തത്തഖൂൻ എന്ന ആയത്ത് ഞാൻ ഓതിയത് നിങ്ങൾക്ക് ഒരു തഫ്സീർ അല്ല, 9 തഫ്സീർ ഞാൻ കാണിച്ചു തരാം. ആ ദീനിന് അർത്ഥം അത്വാഅത്ത് എന്നാണ്. ഒന്നാമത് അദ്ദേഹം ഓതിയ തഫ്സീർ തബരി തന്നെ കണ്ടോ സുഹൃത്തുക്കളെ? يقول جل ثناؤه وله الطاعة والإخلاص. ശരിയോ? എന്നെ നോക്കല, അങ്ങോട്ട് നോക്കി, ഒന്ന് നോക്കി. ശരി തന്നെ, ശരി തന്നെ സുഹൃത്തുക്കളെ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. ത്വാഅത്ത് എന്ന് പറഞ്ഞാൽ അനുസരണം. വലഹുദ്ദീനു, അവനാണ് ദീൻ, അനുസരണം അവന് മാത്രമാണ്. യഖൂലു ജല്ല സനാഉഹു വലഹു അത്വാഅത്തു, ത്വാഅത്ത് അവനാണ്. തഫ്സീർ തബരി ഒരു തഫ്സീർ ഞാൻ കാണിക്കാം, എല്ലാം ഞാൻ കാണിച്ചു തരാം. അതിന്റെ ഒക്കെ അർത്ഥം നിങ്ങൾ നോക്കിക്കോളൂ. ആർക്കാ അവിടെ പഴിച്ചത്, ആരാ കള്ളം പറഞ്ഞത്, നിങ്ങളെന്ന് പറഞ്ഞോളൂ. ഞാൻ ആരെയും നരകത്തിലാക്കാനും സ്വർഗത്തിലാക്കാനും ഞാൻ പോകുന്നില്ല. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. നമ്മൾ നുണയനാണോ, ആരാ നുണയനെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തഫ്സീറിന്റെ വെളിച്ചത്തിൽ ഖുർത്തുബി അല്ലേ, ഖുർത്തുബി ഖുർത്തുബി ഒന്ന് ശ്രദ്ധിച്ചോണം എല്ലാവരും. മോനെ അത് കാണിച്ചോളൂ. ഖുർത്തുബി എടുത്തോ, ഖുർത്തുബി വലഹുദ്ദീൻ വലഹു മാ ഫിസ് സമാവാതി വൽ അർളി വലഹുദ്ദീൻ, വലഹുദ്ദീൻ الدين الطاعة، الدين الطاعة والإخلاص. പറയ്, കണ്ട സുഹൃത്തുക്കളെ,
ഒന്നുകൂടെ കാണിച്ചു. അവിടെ നിന്നുള്ളവർ എത്തി നോക്കുന്നു, നോക്കി കണ്ടോ അദ്ദീൻ. ആ വരെയൊന്ന് മനസ്സിലാക്കിയാൽ മതി, അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. വലഹു മാ ഫിസ് സമാവാതി വൽ അർളി വലഹു അദ്ദീനു വാസിബ അഫഗൈറല്ലാഹി തത്തഖൂൻ. വലഹു മാ ഫിസ് സമാവാതി വൽ അർളി വലഹു അദ്ദീനു വാസിബ. അദ്ദീൻ അത്വാഅത്തു വൽ ഇഖ്ലാസ്. സമ്മതിച്ചോ? അടുത്തെടുക്കാനാ സമ്മതിച്ചോ? റാസി അദ്ദേഹം ഇവിടെ വായിച്ച കിതാബ് റാസി സെയിം. ഒന്ന് ശ്രദ്ധിച്ചോണേ, വെള്ളത്തിൽ മുങ്ങിപ്പോരും, തഫ്സീറൊക്കെ മുങ്ങിപ്പോകും. ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളി. കണ്ട ഫഖ്റു റാസി ആ പെട്ടെന്ന് ആരാ കള്ള നുണയാനും നമുക്ക് നിങ്ങൾ മനസ്സിലാക്കി, ഞാൻ ആരോടും പറയുന്നു. വലഹുദ്ദീൻ താഴെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു, നോക്കി. വലഹുദ്ദീൻ വാസിബ അദ്ദീനു ഹാഹുന അനുസരണം. മതിയായോ? റൂഹുൽ ബയാൻ. ശ്രദ്ധിക്കുക, ആരാണ് കല്ല് വെച്ച നുണയൻ ആരാണ് നിങ്ങൾ മനസ്സിലാക്കി സുഹൃത്തുക്കളെ. എന്താ കിതാബ് തിരിയില്ല എന്ന് കരുതിയോ എല്ലാവരും സുഹൃത്തുക്കളെ? നമ്മൾ പിന്നെ ഇതിനൊന്നും പോകണ്ട എന്ന് കരുതിയിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ സമുദായം സമ്മതിക്കുന്നില്ല, പറയും സത്യം ശരിയാ. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഹക്ക് ആർക്കെങ്കിലും അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് കൊടുത്താലോ അത് വലിയ കാര്യമാണല്ലോ. അള്ളാഹു ഹക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എടുത്തു 43-ാമത്തെ ഭാഗം, 43-ാമത്തെ പേജ് കണ്ടോ? വലഹുദ്ദീൻ അയ അത്വാഅത്തു വൽ ഇൻഖിയാദ് മിൻ കുല്ലി ഷൈഇൻ ഫിസ് സമാവാതി വൽ അർള് വമാ ബൈനഹുമാ. നോക്കി, 1-ലല്ല 2-ലല്ല 3-ലല്ല. ഞാൻ ഒരു തഫ്സീറിലെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കി സുഹൃത്തുക്കളെ. അദ്ദീൻ അനുസരണം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുന്നു. അദ്ദീൻ വലഹുദ്ദീൻ അയ അത്വാഅത്തു മതിയല്ലോ. തഫ്സീർ റൂഹുൽ ബയാൻ, അടുത്ത തഫ്സീറുൽ മദ്ഹരി, എല്ലായിടത്തും മനസ്സിലാക്കി. തഫ്സീറുൽ മദ്ഹരി സുഹൃത്തുക്കൾ മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. തഫ്സീർ മദ്ഹരി എടുത്തോളി. പേജ് നമ്പർ 202, 203. വലഹുദ്ദീൻ ഐ അത്വാഅത്തു വൽ ഇഖ്ലാസ്. നിങ്ങൾ പറയും സുഹൃത്തുക്കളെ, നിങ്ങൾ പറയും. ഞാനെന്താ കള്ളം പറയാൻ? ഞാൻ കള്ളം പറഞ്ഞു എന്നതിന്റെ പേരിൽ ബഹുമാനമുള്ള സഹോദരങ്ങളെ പഴിക്കുന്ന സുഹൃത്തുക്കൾ പോലുമുണ്ട്. ഞാൻ തന്നെ ഹദീസ് ഓതി കേൾപ്പിച്ചിട്ടുണ്ട്. ഇന്ന റജുല ല യതകല്ലമു ബികലാമിൻ നാസ് ലാ യറാ ബിഹാ ബഅസാ യഹ്വി ബിഹി 70 ഖരീഫൻ മിനൻ നാർ ഔ കമാ ഖാല റസൂലുള്ളാഹി. ആരെങ്കിലും വെറുതെ തമാശക്കെങ്കിലും ഒരു കള്ളം പറഞ്ഞാൽ 70 വർഷം വഴിദൂരം അവൻ നരകത്തിൽ കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞ മുസ്ലിയാരാണോ ഈ കള്ളം പറഞ്ഞത് എന്ന് എന്നോട് ചോദിക്കാൻ എന്റെ സുഹൃത്തുക്കളോട് ചോദിച്ചു. ദൂതനെ അയച്ചവര് ഈ ചിന്നക്കടയുടെ പരിസരത്ത് ഉണ്ട് എങ്കിൽ അവരൊന്ന് മനസ്സിലാക്കട്ടെ ആരാണ് കള്ളം പറഞ്ഞത് എന്ന്. ഒരു തഫ്സീറല്ല ഞാൻ പറഞ്ഞത്, 9 തഫ്സീറാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ കാണിക്കുന്നത്. മനസ്സിലാ മതിയായോ? തഫ്സീറുൽ മദാഹിരി, തഫ്സീർ ബിസ്സഊദ്. മനസ്സിലാക്കി സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമുക്കിവിടെ ആരെയും ആക്ഷേപിക്കണ്ട, ആരെയും പരിഹസിക്കണ്ട, അത് നമ്മുടെ ഡ്യൂട്ടിപ്പെട്ട കാര്യമല്ല. ഹക്ക് മനസ്സിലാക്കണം. ഹക്ക് പറയുമ്പോൾ വെപ്രാളം കൊള്ളേണ്ട കാര്യമില്ല. അല്ലാഹു ഹക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അബൂ സഊദ് എടുക്കും പേജ് താഴെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. വലഹുദ്ദീൻ ഐ അത്വാഅത്തു വൽ ഇൻഖിയാദ്. മുഫസ്സിരീങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല. മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയ തഫ്സീറിന്റെ വെളിച്ചത്തിൽ അബൂബക്കർ പറഞ്ഞെങ്കിൽ അബൂബക്കറിന് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് തെറ്റുപറ്റിയിട്ടില്ല. തെറ്റുപറ്റിയത് ആര് എന്ന് ശ്രോതാക്കളെ, കാണികളെ നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കിയും കേട്ടോളി, മനസ്സിലാക്കിയും. തഫ്സീർ അബൂ സഊദാണ് ഈ കാണിക്കുന്നത്. അതിലും അദ്ദേഹം എഴുതിയിരിക്കുന്നത് വലഹുദ്ദീൻ ഐ അത്വാഅത്ത്. തഫ്സീർ ജലാലൈൻ കഷ്ടം. ദർസ് എടുക്കുമ്പോ ആദ്യം ദർസിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു തഫ്സീറാണ് ഈ തഫ്സീർ ജലാലൈൻ. ഇതുപോലെ ഇതിനകത്ത് പോലും മനസ്സിലാക്കാൻ അല്ലാഹു അല്ല എന്താണോ ഈ ദർസ് എടുക്കുന്നത് അല്ലാഹു. ഈ തഫ്സീർ ജലാലൈൻ എന്ന് പറയുന്നത് സാധാ ആദ്യമായിട്ട് ദർസിൽ വരുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന താഴെ തഫ്സീർ ജലാലൈൻ. ആ തഫ്സീർ ജലാലൈനിയുടെ 220-ാമത്തെ പേജിൽ വലഹുദ്ദീൻ അത്വാഅ